ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചന്ദനക്കാട് കാണാൻ പോയാലോ? മറയൂർ എന്ന് പറയുമ്പോഴേ ചന്ദനത്തോപ്പാണ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുന്നവർക്ക് ചന്ദനം കാണാനേ പറ്റത്തുള്ളൂ. അടുത്ത് നിൽക്കാനോ തൊടാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ഫോറസ്റ്റുകാർ കുറച്ച് സ്ഥലം ഒതുക്കി തന്നിട്ടുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആനക്കാൽപ്പെട്ടി ജംഗ്ഷനിലാണ്. ഇവിടുത്തെ ജംഗ്ഷനാണിത്. ഇതിലെ കൂടെയാണ് ഞങ്ങളുടെ വീട്ടിലോട്ടും പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇടവഴി കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പോയാൽ നമുക്ക് ചന്ദനത്തോപ്പ് എത്താം. മൂന്നാറിൽ നിന്ന് വരുന്നവര് മറയൂർ പോകുന്ന വഴിക്ക് മറയൂർ എത്തേണ്ട പകുതി വഴിക്ക് വെച്ച് തന്നെയാണ് ഈ ജംഗ്ഷൻ ഉള്ളത്. അവിടുന്ന് താഴോട്ട് തിരിഞ്ഞാൽ മതി. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റും. മാൻ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല കാഴ്ചകളൊക്കെയാണ് ഈ സൈഡിൽ. പിന്നെ അവിടെ ഫുൾ ചന്ദനമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പോൾ നമ്മൾ ചന്ദനത്തോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. രാവിലെ തന്നെ ഫുൾ തിരക്കാണ്. നല്ല ടൂറിസ്റ്റ് ഉണ്ട്. കൂടുതൽ ജീപ്പാണല്ലോ നമ്മൾ കണ്ടത്. അപ്പം ഫുൾ പാക്കേജ് ആയിട്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ മൊത്തം ജീപ്പുകാർ കൊണ്ട് കാണിക്കും. നമ്മളൊരു എമൗണ്ട് കൊടുക്കും. അങ്ങനെയാണ് അതാ ഇത്രയും ജീപ്പ് ഇവിടെ കണ്ടത്. ഇവിടെ വന്നാൽ മാത്രമേ ചന്ദനത്തിന്റെ അടുത്ത് നിൽക്കാനും തൊടാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഈ ഒരു സ്ഥലത്ത് മാത്രം. അപ്പോൾ ഇതിൽ ചന്ദനത്തിൽ നമ്പരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എണ്ണത്തിൽപ്പെട്ടതാണ്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ഫോറസ്റ്റുകാരുണ്ട്, ക്യാമറയുണ്ട്, ഫുൾ സെക്യൂരിറ്റിയാണ്. നമുക്ക് ധൈര്യമായിട്ട് വന്ന് സ്ഥലമൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ പറ്റും. അവിടെ 2 മാനുണ്ട്. അപ്പം നമുക്ക് മാനെ കാണാം. 2 കുറേ കാണാനാണ്. പക്ഷെ ഇപ്പം 2 മാനേ ഇവിടെ നിൽപ്പുള്ളൂ. ചില സമയങ്ങളിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഫുൾ മാനായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നടൻ ടോവിനെയൊക്കെ യാത്ര ചെയ്ത് ഞങ്ങളുടെ കനാലിലോട്ട് വെള്ളം തിരിക്കുന്ന ആ പുഴയും സ്ഥലമൊക്കെയാണ്. ഇവിടുന്ന് 1/2 കിലോമീറ്റർ വണ്ടിയിലും അവിടുന്ന് 2 കിലോമീറ്റർ നടക്കാനുണ്ട്. നല്ല ട്രക്കിംഗ് ആണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ് കാണാനായിട്ട്. താങ്ക് യു.